ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്ക് ആയിട്ടാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. പഴം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. പിന്നെ കുറച്ചൊരു പുതുമയിൽ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതും മറക്കരുത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ട് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതിതാ ഇതുപോലെ വട്ടത്തിലാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. ഒരുപാട് കട്ടിയിലല്ല, വളരെ നൈസായിട്ടുമല്ല. ഇതാ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പഴം ഒരു സൈഡിലേക്ക് വെക്കുക. ഇനി ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. പഞ്ചസാര മെൽറ്റായിട്ട് കിട്ടണം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പം പഞ്ചസാര പൊടിച്ചിടുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നല്ലോണം മുട്ട മിക്സ് ആക്കി എടുത്തിട്ട് ഒരു സൈഡിലേക്ക് വെക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊരു ബ്രെഡ് ക്രംസ് എടുത്ത് വെക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു മൈദ എടുത്ത് വെക്കുക. ഇനി നമ്മൾ ആദ്യം മുറിച്ചെടുത്ത് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് ഈ ഒരു മൈദപ്പൊടി ഉണ്ടല്ലോ, അതിൽ ജസ്റ്റ് വെറുതെ ഇതുപോലെ ഒന്ന് അങ്ങ് മുക്കിയെടുക്കുക. പഴത്തിൽ ചെറുതായിട്ടൊന്ന് പിടിച്ചിരുന്നാൽ മതി ഇട്ടത്. ഈ ഒരു രീതിയിലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മുട്ടയുടെ മിക്സിൽ ഒന്നങ്ങ് മുക്കിയെടുക്കുക. ആ ഒരു മുട്ടക്കൂട്ടത്തിൽ ചെറുതായിട്ട് പിടിച്ച് കഴിയുന്ന സമയത്ത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. ബ്രെഡ് ക്രംസ് വെച്ച് നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്നില്ല, ആ ഒരു രീതിയിൽ കേട്ടോ. ഇതുപോലെ തന്നെ മതിയാകും. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഒരു പീസ് പഴം എടുത്ത് മൈദപ്പൊടിയിലൊന്ന് മുക്കിയെടുക്കുക. ആ ഒരു മുട്ടയുടെ കൂട്ടിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡിൻ്റെ പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. അപ്പോൾ 3-4 ഒന്നിച്ച് ഇതുപോലെ അങ്ങ് ചെയ്താൽ പെട്ടെന്ന് പരിപാടി തീർന്നോളും. പിന്നെ ഇത് ചെറുതായിട്ട് മുറിച്ചെടുത്തുകൊണ്ട് കുറച്ചൊരു സമയം കൂടുതലുണ്ടാവും. പിന്നെ അതല്ല പഴംപൊരിയുടെയൊക്കെ പോലെ മുറിച്ചെടുത്തിട്ട് അതുപോലെ ചെയ്യണമെങ്കിൽ ആ ഒരു വലുപ്പത്തിലും ചെയ്യാം കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ഭംഗിക്ക് ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്യാനുള്ളത് റെഡി ആയിട്ട് അത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് അടുത്ത് ചെയ്താൽ മതിയാകും. ഇനി ഇത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം എണ്ണയ്ക്ക് ഒരുപാട് കൂടുതൽ ചൂട് വേണ്ട, കാരണം ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കളറ് മാറും. പക്ഷെ ഉള്ളിലെ പഴം ഒന്ന് ഫ്രൈ ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടണ്ടേ, വെന്ത് കിട്ടണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ കളറ് മാറണം, ഉള്ളിൽ വേവ് എത്തണം. അപ്പോൾ ആ ഒരു രീതിയിലാവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. എടുക്കുന്ന സമയത്ത് തീ ഒന്ന് കൂട്ടി വെച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു എണ്ണ കൂടുതൽ കുടിക്കുന്ന പ്രശ്നമൊക്കെ ഒഴിവായി കിട്ടിക്കോളും. ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ അല്ലെങ്കിൽ സ്ട്രെയിനറിലേക്കോ ആട്ടോ ഇതുപോലെ എടുത്ത് വെക്കുക. എന്നിട്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് ചൂടോട് കൂടി തന്നെ കഴിക്കാൻ നോക്കുക. അപ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ്. ബ്രെഡ് ക്രംസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലതായിരിക്കും. പിന്നെ ഇതിന് കൂടുതൽ മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതായത് ആ ഒരു പഴത്തിന് എത്രത്തോളം മധുരം ഉണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ. ഇനി അതല്ല, ഇത് കുറച്ചുകൂടി ഒരു മധുരമൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു സ്വീറ്റ് ആയിട്ടൊരു വെറൈറ്റിയിൽ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കുറച്ചൊരു ചോക്ലേറ്റ് സോസ് ഇതിൻ്റെ മേലെ കൂടെ ഒക്കെ ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അത് നല്ലൊരു വെറൈറ്റിയാണ്. നല്ല ചൂടുള്ള ഈ ഒരു സ്നാക്ക് ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ സോസിലൊക്കെ ഇങ്ങനെ മുക്കി കഴിക്കുന്ന സമയത്ത് നല്ലൊരു പുതുമയുള്ള ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. പിന്നെ ചേഞ്ചിന് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യേണ്ട കാര്യം, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ റെസിപ്പി ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്